ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗൈസ് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഭയങ്കര ഹാപ്പി ഡേ ആണ് കേട്ടോ ഇന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും നമ്മളിപ്പോൾ എവിടേക്ക് പോകണമെന്ന്. നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലോട്ടാണ് പോകുന്നത്. എയർപോർട്ട് എത്തി. അപ്പോൾ ഇന്ന് നമ്മൾ ഭയങ്കര ഹാപ്പി ഡേ ആണ്. ഞാനും അപ്പൂസും കൂടിയിട്ട് റിജോചാൻ്റെ അടുത്തേക്ക് പോകാൻ കേട്ടോ. അതായത് നമ്മുടെ അപ്പൂസിൻ്റെ അപ്പനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞങ്ങൾക്ക് 9:30-ക്കാണ് ഫ്ലൈറ്റ്. ഞങ്ങളൊരു 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 3 മണിക്കൂർ മുമ്പ് എത്തണമല്ലോ. അപ്പോൾ 5:30 ഇറങ്ങിയിട്ട് ഒരു 6:20 നമ്മളോട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ അപ്പൂസ് തന്നെയുള്ളതുകൊണ്ട് ഞങ്ങൾ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഹെൽപ്പ് ഉണ്ട്. അപ്പോൾ പാക്കേജാണ്, ഞാൻ 2000 പാക്കേജാണ് എടുത്തിരുന്നത്. എനിക്ക് അപ്പൂസിനെ പിടിക്കാൻ വേണം, ലഗേജ് പിടിക്കാൻ ഭയങ്കര ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവിടെ എന്തായാലും ഹെൽപ്പ് എടുത്തത് എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഉപകാരമായിട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെക്യൂരിറ്റി ചെക്ക് വരെ ഇവരും നമ്മുടെ കൂടെ വരും. നമുക്ക് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ ഇമിഗ്രേഷന് മാത്രം ഞാൻ അപ്പൂസ് മാത്രം ഉണ്ടായിരുന്നു, ബാക്കിയൊക്കെ അവരാണ് ചെയ്തു തന്നത് കേട്ടോ. ഇപ്പോൾ കുട്ടികളുടെ അമ്മമാരൊന്നും ടെൻഷൻ അടിക്കണം കേട്ടോ. എയർപോർട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ എന്താ കാശുണ്ട്, നല്ല ക്യാഷ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് അവിടെ വരെ ഇപ്പോൾ ഞങ്ങൾ ബോർഡിംഗ് പാസിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ വന്നിരുന്ന ആ ചേട്ടൻ ഉണ്ടല്ലോ, ആ ചേട്ടൻ നമ്മളെ വിളിക്കും. അപ്പോൾ നമ്മൾ ചെന്നാൽ മതി കേട്ടോ. അപ്പോൾ ദേ ഞങ്ങൾ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി, സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് ദേ നമ്മൾ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫ്ലൈറ്റിന് വേണ്ടിയിട്ട്. ഇനി ഒരു 2.5 മണിക്കൂറുണ്ട് ഗൈസ്. ഞാൻ ഇവൻ എങ്ങനെ നോക്കുമെന്നുള്ള ചിന്തയിലായിരുന്നു. ഇവനാണെങ്കിൽ അടങ്ങി ഒതുങ്ങിയിരിക്കില്ല കേട്ടോ. അവനെ ഇറങ്ങി ഓടാണ്, മടിയിൽ ഒട്ടിരിക്കേണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഞാനും അവരും കൂടിയിട്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാമായിരുന്നു. കുറേ നേരം നടക്കും, കുറേ നേരം ഇവിടെ വന്നിരിക്കും, പിന്നെയും ഓടും. ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി. അവിടെ ഒരു പച്ച കളറിലൊരു വണ്ടി പോലെ കിടക്കുന്നുണ്ട് കേട്ടോ. ഒരു ഓട്ടോയുടെ ഒരു ലുക്കൊക്കെ പോലെ ഉണ്ട്. അവിടേക്കാണ് ഈ കിടന്ന് ഓടണത് കേട്ടോ. അവിടെ പോയിട്ട് ഇങ്ങനെ പിടിച്ചൊന്നും വലിക്കണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ ഇപ്പുറത്ത് ചുറ്റും സാധനങ്ങളുണ്ട്. എനിക്ക് ടെൻഷനായിരുന്നു. അപ്പോൾ ഞാൻ അവൻ്റെ കൂടെ എപ്പോഴും പോകുമായിരുന്നു കേട്ടോ. ഇതൊക്കെ പിടിച്ച് വലിച്ചാലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇതാക്കണം നമ്മുടെ ബോർഡിംഗ് പാസും പാസ്പോർട്ടൊക്കെ കേട്ടോ. അപ്പോൾ ഏകദേശം ടൈം ആവാനായിട്ട് ഇനിയും ഒരു 1.5 മണിക്കൂർ കൂടി ഉണ്ട് ഗൈസ്. അതും കൂടി ഇനി തള്ളി നീക്കണം. പിന്നെ നമുക്ക് ഇരിക്കാൻ പറ്റാത്ത കാര്യം കൊണ്ട് ഇങ്ങനെ നടക്കുക. ഇടയ്ക്കൊക്കെയാണ് ഇരിക്കുള്ളൂ കേട്ടോ. കാരണം അവൻ ഇങ്ങനെ ഇറങ്ങി ഓടാണല്ലോ. അപ്പോൾ പിന്നെ അവൻ്റെ പിന്നാലക്കോടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗേറ്റ് വന്നിട്ട് കേട്ടോ. 1 ആണ്, തുറന്നിട്ടില്ല, സമയമാവണല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇവനാണെങ്കിൽ ഈ ഓട്ടോറിക്ഷയുടെ അടുത്തൊന്നും ഇങ്ങോട്ട് മാറുന്നുണ്ടായിരുന്നില്ല. അതിന് തൊട്ട് കളിക്കുക, അവിടെ പോയി നിൽക്കുക, ഇതൊക്കെയാണ് പരിപാടി. എനിക്ക് അവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറേ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ പിടിച്ച് വലിക്കുക എന്നുള്ള ടെൻഷനായിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോകണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറണം എന്നൊക്കെയാണ് ഈ പറയണേ. അത് മറ്റേ വണ്ടിയാണ് കേട്ടോ, ചുറ്റും ഓടിക്കണ വണ്ടി ഉണ്ടല്ലോ, അതാണെന്ന് തോന്നുന്നു. പക്ഷെ അത് അനങ്ങണ്ടായിരുന്നില്ല, അവിടെ തന്നെ കിടക്കായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു 1.5 മണിക്കൂർ കൂടി ഉണ്ട് ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ അവനെ വിശക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായ പാലും കുപ്പി ഉണ്ടായിരുന്നു, അത് എടുത്ത് കൊടുത്തു കേട്ടോ. ഇത് നമ്മുടെ അപ്പൂസിൻ്റെ ഫസ്റ്റ് ഫ്ലൈ ആണ് കേട്ടോ ഗൈസ്. ഇങ്ങനെ നമ്മുടെ ആകാശത്തോടൊക്കെ ഈ ഫ്ലൈറ്റ് പോകണമെന്നുണ്ടെങ്കിൽ അവൻ വീടിൻ്റെ മുറ്റത്ത് നിന്ന് നോക്കാറൊക്കെ ഉണ്ട്. ദേ അപ്പം പോകണമെന്ന് പറഞ്ഞിട്ട് ടാറ്റൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അവൻ എങ്ങനെയായിരിക്കും, അവൻ്റെ ഒരു സന്തോഷം കാണാനായിട്ട് എന്നൊക്കെ ഉള്ള ഒരാഗ്രഹം ഉണ്ട് കേട്ടോ. എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ഇപ്പോൾ അറിയുന്നില്ല സംഭവം. ഇപ്പോൾ പ്ലെയിനൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ വിശക്കുന്നുണ്ട്. ലാസ്റ്റ് എൻ്റെ കയ്യിലുണ്ടായ ഒരു ബണ്ണൊക്കെ എടുത്ത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പിടിച്ച് കുറച്ച് നേരമൊക്കെ ഇരുന്നു. അപ്പോൾ ഇത് കഴിക്കണവരൊക്കെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പുറത്തൊരു പിള്ളേരൊക്കെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് പോയി വർത്താനൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവരോട് പോയി തൊട്ട് കളിച്ച് ഇങ്ങനെ അടുത്തൊക്കെ പോയി നിന്ന് അവർ തൊടാ, ഇതൊക്കെയാണ് അവൻ്റെ പരിപാടികളൊക്കെ ആയിരുന്നത്. പിന്നെ അതേ ഇപ്പോൾ 2ാമത്തെ ഡ്രസ്സ് ഞാൻ മാറ്റണം കേട്ടോ. വെള്ളം കുടിച്ച് മേല് കുപ്പിയൊക്കെ തുറന്ന് പാലൊക്കെ മേലക്കൂടെ കളഞ്ഞു. പിന്നെ ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വേറെ ഡ്രസ്സ് ഇട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെ അതേ ഡ്രസ്സൊക്കെ ഇട്ടിപ്പോൾ ഈ ട്രോളി ബാഗ് ഇങ്ങനെ ഉന്തി നടക്കാണ്ട് അവിടെ തട്ടിയിടും. ഇതൊക്കെയാണ് പരിപാടി. ഉന്തി നടന്നൊന്നും കുഴപ്പമില്ല, ഇങ്ങനെ ഉന്തി വേണമെങ്കിൽ ആ സാധനങ്ങളൊക്കെ ഇരിക്കണ്ടല്ലോ, അവിടേക്ക് പോവും. അതാണെങ്കിൽ പ്രോബ്ലം. അപ്പോൾ നമ്മുടെ ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലോട്ട് പോവാണ് കേട്ടോ. പോണ വഴിക്കൊക്കെ ഫ്ലൈറ്റ് കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് കണ്ടപ്പോൾ അമ്മേ ഫ്ലൈറ്റ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ ഇപ്പോഴാണ് ഭയങ്കര സന്തോഷമായത്. ഇത്ര നേരം ഇങ്ങനെ ഫ്ലൈറ്റ് ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഫ്ലൈറ്റ് കയറാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അപ്പൂസിൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് വിൻഡോ സീറ്റ് ആയിരുന്നില്ല കേട്ടോ കിട്ടിയത്. വിൻഡോ സീറ്റിൻ്റെ ഇപ്പോഴത്തെ 2 സീറ്റ് ഉണ്ടല്ലോ, അതായിരുന്നു. അപ്പോൾ എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അപ്പൂസിനെ കാണിച്ചു കൊടുക്കാമല്ലോ എന്ന്. പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മുടെ ഇപ്പുറത്തിരുന്ന ചേട്ടനുണ്ടല്ലോ, അത് നല്ലൊരു ചേട്ടനാണ് കേട്ടോ, മലയാളി ചേട്ടനാണ്. ആളുടെ മടിയിൽ കയറി നിന്നിട്ടൊക്കെ പുറത്തേക്ക് നോക്കിയിരുന്ന് വർത്താനം പറയലായിരുന്നു നമ്മുടെ അപ്പൂസ്. അപ്പം അങ്ങനെ കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല ചേട്ടനായിരുന്നു കേട്ടോ. ആളായിട്ട് ഭയങ്കരമായിട്ട് കമ്പനിയായി അപ്പൂസുട്ടൻ. അപ്പോൾ ആളെ പുറത്തേക്ക് നോക്കി ഇരുന്നിട്ട് ഫ്ലൈറ്റ് കിടക്കുന്നുണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ്, ലൈറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ആളുടെ മടിയിലൊക്കെ കയറി നിന്ന് കാണാണ് കേട്ടോ. ഭയങ്കരമായിട്ട് കൂട്ടായി. കുറേ നേരം ആ ചേട്ടൻ്റെ മടിയിൽ കയറി നിന്ന് കുറേ നേരം സീറ്റുമ്പോൾ കയറിയിരിക്കും. സീറ്റുമ്പോൾ ബെൽറ്റ് ഇടാനായിട്ട് ആൾക്ക് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ആൾക്ക് ബെൽറ്റ് ഇടാനൊക്കെ അറിയാം കേട്ടോ. ഫസ്റ്റ് കയറി വന്നപ്പോൾ തന്നെ അവൻ അവിടെ കയറി ഇരുന്നിട്ട് ആ ബെൽറ്റ് ഇടാനാണ് നോക്കിയിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇവന് മുൻപൊക്കെ യാത്ര ചെയ്ത പോലെ അവൻ്റെ എക്സ്പീരിയൻസ് ഉള്ള പോലെയാണ് കേട്ടോ അവൻ്റെ കാട്ടായങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ മീൻസ് കയറി കുത്തിയിരുന്നിട്ട് തന്നെ അങ്ങോട്ട് ബെൽറ്റ് ഇടാണ് വയറിൻ്റെ അവിടെ വെച്ചിട്ട്. പിന്നെന്താ അങ്ങനെ കയറുമ്പോഴൊക്കെ നമുക്ക് ബെൽറ്റ് ഇടണമല്ലോ. കുറച്ച് നേരത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾ താഴത്തേക്ക് ഇറങ്ങി. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ്
പൊന്തി. പിന്നെ നമുക്ക് ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫ്ലൈറ്റിൽ. അപ്പോൾ നമുക്ക് ഈ ഒരു സാൻഡ്വിച്ച് ഉണ്ടല്ലോ അത് കിട്ടി. എനിക്ക് വലിയ ഇഷ്ടമായില്ല. അങ്ങനെ നമ്മൾ അബുദാബിയിൽ എത്താറായിട്ടുണ്ട്. ഏകദേശം ഒരു ലാൻഡിങ് ആയിട്ടില്ല, മുകളിൽ നിന്നുള്ളൊരു സീനാണ്. അപ്പോൾ ഗൈസ് നമ്മൾ സേഫായിട്ട് ദൈവം സഹായിച്ച് നമ്മളിത് അബുദാബി എയർപോർട്ടിലോട്ട് ലാൻഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു കുട്ടിയുണ്ട്, ഒരു ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടത്. ആൾ കൊച്ചിയിൽ നിന്ന് കയറിയതാണ്. പക്ഷെ ഞാനിവിടെ ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ കണ്ടത്. ആളും ആളുടെ കുട്ടിയുണ്ട്. ആളിവിടെ ഒരു 4 വർഷമായിട്ട് സ്റ്റേ ആണ് കേട്ടോ. അപ്പോൾ ആൾ നാട്ടിൽ പോയി വന്നതായിരുന്നു. അപ്പോൾ ആൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പൂസിന് ഞാൻ ഈ സമയം കൊണ്ട് എഴുന്നേൽപ്പിക്കായിരുന്നു കേട്ടോ. അവൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ എൻ്റെ കൂടെ ഇങ്ങനെ കൈ പിടിച്ച് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു എയർപോർട്ട് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അബുദാബിയിൽ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ വന്നിട്ടുള്ളത് വേറെ എയർപോർട്ടിലോട്ടാണ് കേട്ടോ. ഇത് വേറെ പുതിയ എയർപോർട്ടാണ്. നല്ല ഭംഗിയുണ്ടോ കാണാനായിട്ട്. ഇവിടെ നിന്ന് തുടങ്ങി ദവടം വരെ നടക്കാനുണ്ട് ഗൈസ്. കുറച്ച് നേരം നടക്കാനായിട്ടുണ്ട്. ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഞങ്ങൾ വണ്ടിയിലായിരുന്നു കേട്ടോ വന്നത്. അതായത് അധികം നടക്കേണ്ടി വന്നില്ല. അപ്പോൾ അതേ നമ്മുടെ ബാഗ് ഉണ്ടല്ലോ, ഹാൻഡ് ബാഗ് ഇവിടെ ചെക്ക് ചെയ്യുന്നതാണ് കേട്ടോ. ഇവിടെയുണ്ട് ചെക്കിങ്. അങ്ങനെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഇതേ നമ്മുടെ ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് എനിക്ക് 2 പെട്ടിയും ഒരു ബാഗ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഹാൻഡ് ബാഗ് ഉണ്ടായിരുന്നു. മൊത്തത്തിൽ 4 ആയിരുന്നു. പിന്നെ അപ്പൂസിൻ്റെ ലഗേജും ഇതിലോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഹാൻഡ് ബാഗ് ലഗേജിൽ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി എടുത്ത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ നമ്മളത് സേഫായിട്ട് ഇവിടെ എത്തിയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എയർപോർട്ടാണ് ഗൈസ്. അടിപൊളിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ റിജോജാൻ്റെ അടുത്തൊക്കെ എത്തിയിട്ട് ഗൈസ്. അപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ അപ്പൂസുട്ടനാണെങ്കിൽ ഭയങ്കര നാണം കേട്ടോ. അപ്പനെ കണ്ടപ്പോൾ അപ്പയുടെ പോയെങ്കിലും തിരിച്ച് എന്നോട്ട് തന്നെ വേഗം വന്നു കേട്ടോ. ഭയങ്കര നാണം. അവൻ താഴെ നിൽക്കണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഏകദേശം ഒരു 1.5 മണിക്കൂറുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ടാക്സി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഏകദേശം ടൈം എന്ന് പറയുന്നത് ഒരു 2 മണി 2:15 ആയിട്ടുണ്ടായിരുന്നു. 1:30 ഫ്ലൈറ്റ് ഇവിടെ ലാൻഡ് ചെയ്ത് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഏകദേശം ഒരു 2:15 ആ ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഏകദേശം ഞാൻ പറഞ്ഞല്ലോ ദൂരം ഉണ്ടെന്ന്. അപ്പോൾ ഇനിയൊരു 1.5 മണിക്കൂർ കഴിഞ്ഞ് നമ്മളവിടെ എത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ജേണി ആയിരുന്നു. സോ അപ്പോൾ ഇനി വീഡിയോസുകളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഇനി ഇവിടുത്തെ. അപ്പോൾ നിങ്ങൾ എന്തായാലും കാണണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.